വാടനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാത നിർമ്മാണം. ഒരു വശത്തെ കട്ടവിരിച്ച പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ തലവേദനയാവുന്നത്. നിലവിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് ആളെ ഏർപ്പെടുത്തണമെന്നും മറുവശത്തെ സർവീസ് പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിട്ടുണ്ട്. വാടനാംകുറിശ്ശി പ്രദേശത്തെ സർവീസ് പാത നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. എന്നിരുന്നാലും നിർമ്മാണം വേഗത്തിലല്ലെന്നും ഗതാഗതക്കുരുക്കുമാണ് നിലനിൽക്കുന്ന പ്രശ്നം. 17 ദിവസം കൊണ്ട് ഒരു വശത്തെ സർവീസ് പാത കട്ട വിരിച്ച ശേഷം വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങി. അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. വീതിയില്ലാത്ത പാതയിലൂടെ ഒരേ സമയം വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടന്നു പോകുമ്പോഴാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത്. തിരക്കേറിയ രാവിലെയും വൈകിട്ടും വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കാത്തതാണ് ഇതിനുള്ള കാരണം. ഇങ്ങനെ വരുന്ന കുരുക്കാണ് വാഹനയാത്രക്കാർക്ക് തലവേദനയാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലും ദീർഘനേരം പ്രദേശം ഗതാഗതക്കുരുക്കിലമർന്നു. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മറുവശത്തെ സർവീസ് പാത നിർമ്മാണം കൂടി പൂർത്തിയാക്കണം. എന്നാൽ മാത്രമേ വൺ വേ സംവിധാനം ഇവിടെ ഏർപ്പെടുത്താനാകൂ. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പാത വീതി കൂട്ടി മെറ്റലിംഗ് നടത്തിയിട്ടുണ്ട്. കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും നടന്നുവരുന്നു. ഇതിനുശേഷം കട്ടവിരിക്കൽ കൂടി പൂർത്തിയായാൽ മാത്രമേ ഈ സർവീസ് പാത തുറന്നു കൊടുക്കാനാകൂ. ഇതോടെ മാത്രം നിലവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ.